ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾജിബ്രയെ ബേസ് ചെയ്തിട്ട് SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, പക്ഷെ അധികം ടൈമൊന്നും എടുക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് പീൻ്റെ വാല്യൂ x³ പ്ലസ് y³ ഡിവൈഡഡ് ബൈ x-y² പ്ലസ് 3xy. ക്യൂവിൻ്റെ വാല്യൂ x+y² മൈനസ് 3xy ഡിവൈഡഡ് ബൈ x³ മൈനസ് y³. ആറിൻ്റെ വാല്യൂ x+y² പ്ലസ് x-y² ഡിവൈഡഡ് ബൈ x² മൈനസ് y². കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന p ഡിവൈഡഡ് ബൈ q ഇൻറ്റു r. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നും നോക്കരുത്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കേസ്, ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആകാത്ത രീതിയിൽ വാല്യൂ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ 1 എന്ന് കൊടുക്കുന്നു, വൈൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോവും, ഇത് പോവും. ഓക്കെ, അപ്പോൾ പി നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യമേ പി കണ്ടുപിടിക്കുമ്പോൾ 1/³ ഡിവൈഡഡ് ബൈ 1. ഇനി ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് പോകും, ഇത് പോകും. ഓക്കെ, വീണ്ടും ക്യൂവിൻ്റെ വാല്യൂ 1 വരും. ഓക്കെ, ഇനി ആറിൻ്റെ ഇത് 0, ഇത് 0, ഇത് 0. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 1 ഡിവൈഡഡ് ബൈ 1, 2. ഓക്കെ, 1 + 1 ഡിവൈഡ് ബൈ 1, 2. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന p/q ഇൻറ്റു r എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/1 ഇൻറ്റു 2, 2 ആണ് വരേണ്ടത്. ഇനി ഇതിപ്പോൾ ആൻസർ ചെയ്യുന്ന എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഓപ്ഷനകത്ത് ഏതിനകത്താണോ എക്സിന് 0, സോറി എക്സിന് 1, വൈക്ക് 0 ഇടുമ്പോൾ 2 കിട്ടുന്ന അതിനകത്തായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എക്സിന് 1, വൈക്ക് 0 ഇട്ട് കഴിഞ്ഞാൽ ഇത് 0, ഇത് 0, ഇതിൻ്റെ വാല്യൂ 1 ആണ്. ദെൻ ഇതിൻ്റെ വാല്യൂ 1 × 2 കിട്ടും. സോ 2 × 1 2. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.